നമസ്കാരം. കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ വിജയത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ആയുധമാണ് പിനാക റോക്കറ്റ് ലോഞ്ചർ. അന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന പാകിസ്ഥാൻ സേനയുടെ മേൽ നമ്മൾ തുരുതുര റോക്കറ്റുകൾ അയക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു ബാറ്ററി സിസ്റ്റത്തിൽ 6 ലോഞ്ചറുകളാണ് ഉൾപ്പെടുന്നത്. ഒരു റൗണ്ട് ഫയറിങ്ങിൽ 12 മിസൈലുകൾ വരെ തൊടുത്തുവിടാൻ കഴിയും. അങ്ങനെ 6-12 72 മിസൈലുകളാണ് നമുക്ക് തൊടുത്തുവിടാൻ കഴിയുന്നത്. ഇതിനായി നമുക്ക് എടുക്കുന്ന സമയമെന്ന് പറയുന്നത് വെറും 44 സെക്കൻഡുകളാണ്. ഈയൊരു ആക്രമണം തന്നെയായിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ നടുവൊടിച്ചതും. അങ്ങനെ ഇന്ത്യൻ ആക്രമണത്തിൻ്റെ തുറുപ്പുചീട്ടായ ഈ റോക്കറ്റ് ലോഞ്ചറിൻ്റെ പുതിയ 2 വെർഷൻസാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും. ഹൈന്ദവ പുരാണ പ്രകാരം ശിവന്റെ കൈവശം ഇരിക്കുന്ന വില്ലറിയപ്പെടുന്നത് പിനാക എന്ന പേരിലാണ്. ഇതാണ് ഈ റോക്കറ്റ് ലോഞ്ചറിനും ഇതേ പേര് നൽകാനുള്ള കാരണവും. മാർക്ക് 1, മാർക്ക് 2 എന്നീ വേരിയന്റുകളാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. മാർക്ക് 1ന്റെ റേഞ്ച് 45 കിലോമീറ്ററും മാർക്ക് 2ൻ്റേത് 90 കിലോമീറ്ററുമാണ്. മാക് 4 സ്പീഡിൽ സഞ്ചരിക്കാവുന്ന റോക്കറ്റുകളാണ് ഇതിൽ നിന്ന് അയക്കുന്നത്. 250 കിലോഗ്രാം വരെയുള്ള പോർമുന വഹിക്കാൻ ഈ റോക്കറ്റുകൾക്ക് ശേഷിയുണ്ട്. ഒരു ചലിക്കുന്ന വാഹനത്തിൽ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിനെ അത്ര വേഗം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുകയില്ല. 1994 ഇതിന്റെ ആദ്യ ബാച്ചിന്റെ നിർമ്മാണം നടന്നിരുന്നത്. എന്നിരുന്നാലും ഇതിന് അന്നൊന്നും അത്ര കണ്ട് ഡിമാൻഡ് ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. കാർഗിൽ യുദ്ധത്തിലെ പെർഫോമൻസ് ആണ് ഇതിന്റെ തലവര തന്നെ മാറ്റിക്കുറിച്ചത്. ശേഷം ഇതിന്റെ നിർമ്മാണം വലിയൊരളവിൽ വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന മാർക്ക് 3, മാർക്ക് 4 വേരിയന്റുകൾ നിലവിലുള്ളതിനേക്കാൾ മാരകമായിരിക്കും. മാർക്ക് 3ക്ക് 120 കിലോമീറ്ററും മാർക്ക് 4ന് 300 കിലോമീറ്ററുമായിരിക്കും റേഞ്ച്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ DRDOയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്താണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇതിൻ്റെ റേഞ്ച് കൂട്ടുന്നത് കൂടാതെ പ്രിസിഷൻ അറ്റാക്കിനായി ഇതിനെ ഗൈഡഡ് പിനാക സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യാനും പദ്ധതിയുണ്ട്. ഇങ്ങനെ വന്നാൽ ഈ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ബങ്കറുകൾ നമുക്ക് എളുപ്പം നശിപ്പിക്കാൻ കഴിയും. 2030ഓടെ 22 പിനാക റെജിമെൻറ്റുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ആത്മനിർഭർ ഭാരതിലൂടെ നമ്മുടെ DRDO കൈവരിക്കുന്ന നേട്ടങ്ങൾ പ്രശംസനീയം തന്നെയാണ്. ജയ് ഹിന്ദ്.